Hello everyone, welcome back to Raj Talks. ബൈസൺ റൈറ്റർ ഡയറക്ടർ മാരി സെൽവരാജ്. മാരി സെൽവരാജിനെ പറ്റി പറയാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷണൽ ബ്രില്യൻസിനെ പറ്റി പറയാതെ ഫിലിമോഗ്രഫിയെ പറ്റി പറയാതെ ബൈസണിലെ മെയിൻ ആക്ടേഴ്സിലോട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല. ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുണ്ട് മാരി സെൽവരാജിൻ്റെ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആക്ടേഴ്സിൻ്റെയും ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരാൻ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഒറ്റ ഒരാളൊഴിച്ച് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, പുള്ളി സിനിമ വിട്ടു എന്നാണ് കേൾക്കുന്നത്. വളരെ നല്ല കാര്യം. കാരണം പുള്ളി മിനിസ്റ്ററായിട്ടുണ്ടോ എന്നാണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഇപ്പോൾ ഫുൾ ഓൺ മിനിസ്റ്ററാണ്, വിച്ച് ഇസ് ഗുഡ്. ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. പക്ഷേ പുള്ളി ഇപ്പോഴും പ്രൊഡക്ഷൻ സൈഡിലൊക്കെ അവരുടെ കമ്പനിയൊക്കെ വെച്ചിട്ട് ഇപ്പോഴും ഇൻവോൾവ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊരു ഫ്ലോയിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ ബൈസണിൽ എത്തി നിൽക്കുമ്പോൾ പുള്ളി സ്ഥിരം പറയാറുള്ള ജാതി പൊളിറ്റിക്സും കാസ്റ്റിസവും ശത്രുതയും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളെപ്പറ്റി ഇതിനകത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കണ്ടതല്ലാതെ ഒരു കബഡി പ്ലെയറിൻ്റെ റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡായി അതിൽ കുറച്ച് ഫിക്ഷനും കാര്യങ്ങളൊക്കെ കലർത്തി പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് അടിപൊളി. അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ജീവിതമുള്ള ഒരു അനുഭവമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന ഒരുപാട് കാര്യങ്ങളാണ് പുള്ളി വീണ്ടും വീണ്ടും റെപ്പറ്റേറ്റീവായി പറയുന്നത്. നറേഷനിൽ ആ റെപ്പറ്റീഷൻ ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഇതേ കാര്യങ്ങൾ ഓവർ ആൻഡ് ഓവർ പറയുമ്പോൾ ഉള്ള ആൾക്കാരിൽ വരുന്ന റിയാക്ഷൻസ് എന്താണെന്ന് ആലോചിച്ച് ചില സമയത്ത് ഞാൻ ആകുലപ്പെടാറുണ്ട്. ഇതൊക്കെ വീണ്ടും ഈ ജാതീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ എന്ന് ഒരു ചിന്ത ചില സമയത്ത് വരും. പക്ഷെ അതിലൊക്കെ ഉപരി ഇപ്പോഴും ഈ പറയുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ജാതി പ്രശ്നങ്ങളും ഒക്കെ തന്നെ വെച്ച് വർക്ക് ചെയ്ത് തന്നെയാണ് ഇന്ത്യയിലെ പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ സിനിമകൾ വന്നിട്ട് ഇവരുടെ കഥകളൊക്കെ പറയുന്നതിൽ തെറ്റില്ല എന്നാണ് ഓൺ എ സെക്കൻഡ് തോട്ട് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ധ്രുവ് വിക്രം, പശുപതി, അനുപമ പരമേശ്വർ, രജീഷ വിജയൻ, ലാല്, ആമിർ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതിൽ എല്ലാവരും കിടിലം പെർഫോമൻസ്. ഇറ്റ്സ് മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റേഴ്സ്. പ്രത്യേകിച്ച് കബഡി പ്ലെയറായിട്ട് വരുന്ന ധ്രുവ് വിക്രത്തിൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ പടം, ആ പടത്തിൽ പുള്ളി കാണിക്കുന്ന ഒരു മെച്ചുവേർഡ് ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സട്ടിലായിട്ടാണ് എല്ലാ ഇമോഷൻസും പിടിച്ചിരിക്കുന്നത്. പുള്ളി അങ്ങനെ ഔട്ട് ബേസ്റ്റ് ആകുന്നത് ഒരു പക്ഷേ എതിരെ നിൽക്കുന്നവൻ വീട്ടിലെ ആരെങ്കിലും ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അടിച്ച് കൊല്ലാനുള്ളൊരു ദേഷ്യം വരുന്നുണ്ട്. അവിടെ മാത്രമാണ് ഈ പുള്ളി പ്രകടമായിട്ട് എന്തെങ്കിലും ഒരു റിയാക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള പുള്ളിയുടെ ക്യാരക്ടറിലെ ആ സട്ടിൽനെസ്സും പുള്ളിക്ക് അങ്ങനെ ലൗഡായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. ആ ക്യാരക്ടർ അങ്ങനെയാണ്. അത് ഭയങ്കര രസമായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപകടമുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിൽ പുള്ളി കാണിക്കുന്നത് ഉൾവലിയാണ് അങ്ങനെ. അതൊക്കെ എന്ത് രസമായിട്ട് നാലാമത്തെ പടത്തിൽ ഒരാൾ ഇത്രയും കിടിലം പെർഫോമൻസ് കൊടുക്കുകയാണ്. പക്ഷേ എനിക്ക് ധ്രുവ് വിക്രത്തിനും മേലെ എനിക്കിഷ്ടപ്പെട്ടതും അങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു വിങ്ങൽ വരുന്നതും പശുപതിയുടെ അഭിനയം കാണുമ്പോഴാണ്. പശുപതി ഇങ്ങനെ ഒരു പോയിന്റിൽ പുള്ളിക്കിങ്ങനെ ഒരു ഐ കോണ്ടാക്ട് കൊടുത്തിട്ട് ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല. കാരണം പുള്ളിക്കറിയാം പുള്ളിയുടെ മകന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു PT മാഷാണ്. പക്ഷെ പുള്ളിയോട് അങ്ങനെ എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല. ഒരു പോയിന്റിൽ ഈ കുടുംബത്തിനൊരു ത്രെട്ട് വരും എന്നല്ലെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്ന് വരുമ്പോൾ ആ ഒരു ഐ കോണ്ടാക്ട് പുള്ളി കൊടുത്തിട്ട് പുള്ളി ഡെലിവറി ചെയ്യുന്നൊരു കബഡി കളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ കളിക്കിടയിൽ ഇങ്ങനെ തൂക്കുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പുള്ളി അങ്ങ് കണ്ണ് മാറ്റും. ഐ കോണ്ടാക്ട് കൊടുക്കില്ല. അങ്ങനെ കണ്ണുകൾ വെച്ചിട്ട് പുള്ളി ആ ഒരു ഇമോഷൻസ് വർക്ക് ചെയ്യുന്നതെല്ലാം ഒരു രക്ഷയില്ല. അവസാനം എന്താ പറയുക, കത്തിയെടുക്കരുത്, അടിക്ക് പോകരുത്, പ്രശ്നങ്ങൾക്ക് പോകരുതെന്ന് പറയുന്ന ഒരാൾ തന്നെ വേറൊരു സ്റ്റേജിലോട്ട് മാറുമ്പോൾ പുള്ളി ചെയ്യുന്നത്, തെറ്റുകളിലാണ് മക്കൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അവരെ പിടിച്ച് സപ്രസ് ചെയ്ത് ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു റിയാലിറ്റി പുള്ളി മനസ്സിലാക്കി തരും. കാരണം ഇനി എങ്ങനെ ജീവിക്കണമെന്ന് വിചാരിച്ചാലും ഈ നാട്ടിൽ 2 പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് പെട്ട് ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതിയെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എക്സെപ്ഷണൽ ആക്ടിംഗ് ആണ് പുള്ളിയുടേത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ വില്ലന്മാരെന്ന് നമ്മൾ സാധാരണ പറയുന്ന പോലെ അവതരിപ്പിക്കുന്ന 2 ക്യാരക്ടേഴ്സ്, പക്ഷെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കാണിക്കുന്നുണ്ട്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ നല്ലവരാണ്. അവരാർക്കും മോശം ഇതാവുന്നില്ല. പക്ഷെ ഒരു റോങ് ഡിസിഷൻ അതിൽ ആരാദ്യം തുടങ്ങി എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതെടുത്തു കഴിഞ്ഞു, പിന്നെ അങ്ങനെ നിന്നേ പറ്റുള്ളൂ. ഒരു പോയിന്റിൽ ഇതിലെ ഒരു മെയിൻ വില്ലൻ എന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടസ്റ്റ് എല്ലാം തുടങ്ങിയത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ മൂവ്മെന്റ് തുടങ്ങിയത്, അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മുടെ അണികൾ നിൽക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇവരെയൊക്കെ മനസ്സിലാക്കുന്നത്, ഇവരെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നമ്മളെ കാണുന്നവനെയും ചിന്തിപ്പിക്കുകയും ഒരേ സമയം വിഷമിപ്പിക്കുകയും, എന്താ പറയുക, ഒരു മനുഷ്യന് നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തില്ലെങ്കിലും നമ്മൾ ഒരു ദ്രോഹവും ചെയ്യാതെ പോയിരുന്ന വേൾഡ് ഇസ് എ
മച്ച് ബെറ്റർ പ്ലേസ് അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത ഒരുപാട് കോൺഫ്ലിക്റ്റ് റിപ്പറ്റേറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോഴും കഥയിലൊരു പ്രോഗ്രഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ച ഒരു 90s ബാക്ക് ഡ്രോപ്പിൽ ഒരു കബഡി പ്ലെയറിൻ്റെ ഓരോന്നിങ്ങനെ സക്സസ് കിട്ടി അടി വാങ്ങി പുള്ളി ഫൈനലി ഏഷ്യൻ ഗെയിംസ് വരെ എത്തുന്നതാണ്. പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു 2 മിനിറ്റിനകത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എൻഡ് റിസൾട്ടും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഇത് എന്താ പറയുക, ഇതിങ്ങനെയൊക്കെ പോകുമ്പോഴും ഇവർക്ക് ഇത്രയും ഹഡിൽസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാനും പറ്റും. പക്ഷേ നമുക്ക് ക്ലൈമാക്സ് കാണിച്ചു തന്നിട്ട് സിനിമ തുടങ്ങുമ്പോഴും നമ്മൾ ഹുക്ഡാണ് ഈ പടത്തിൽ. നമ്മൾ ആ ഇമോഷണലി ഹുക്ഡാണ്. നമുക്ക് ഒരു അണ്ടർഡോഗ് സ്റ്റോറിയാണ്. അപ്പോഴും ഇയാൾ ജയിക്കണമെന്നുള്ള ഇതും നമുക്കുണ്ട്. ഇയാൾ ജയിക്കുന്നു എന്ന് കാണിച്ചു തന്നിട്ട് പടം തുടങ്ങിയാലും നമ്മുടെ മൈൻഡിൽ വീണ്ടും അത് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഡയറക്ഷണൽ ബ്രില്യൻസ് ആൻഡ് പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എല്ലാം കൊള്ളാം. അപ്പോൾ അങ്ങനെ ഇത് ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പടം കണ്ടവർ പ്ലീസ് ടു കമൻറ്റ്. താങ്ക് യു.